കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ചർച്ച വർദ്ധിച്ചു വരുന്ന വയലൻസ് എന്നുള്ളതാണ്. പലപ്പോഴും ഏതെങ്കിലും ഒരു തലമുറയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് ഈ ചർച്ച നടക്കാറുള്ളത്. 2000-ന് ശേഷം ജനിച്ച കുട്ടികളിലൊക്കെ വയലൻസ് കൂടുതൽ കണ്ടുവരുന്നു. 2K കിഡ്സ് ഒക്കെ വയലൻ്റ് ആണ് എന്നുള്ള രീതിയിൽ ചർച്ചകൾ നടക്കാറുണ്ട്. ശരിക്കും ഈ വയലൻസ് ഏതെങ്കിലും തലമുറയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണോ, അതോ മനുഷ്യന്റെ പ്രശ്നമാണോ, അതോ അല്ലെങ്കിൽ ഒരു ജീവിയുടെ തന്നെ പ്രശ്നമാണ്? അപ്പോൾ വയലൻസ് എന്താണ്? ആ വയലൻസ് മനുഷ്യനെന്ന സ്പീഷീസിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ പറ്റി പരിണാമപരവും ചരിത്രപരവുമായിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ശ്രമിക്കുന്നത്. നമുക്കറിയാം, കോടിക്കണക്കിന് വർഷത്തെ പരിണാമത്തിലൂടെ ഇവോൾവ് ചെയ്ത് വന്നതാണ് നമ്മൾ ഈ കാണുന്ന കോംപ്ലക്സ് ആയ എല്ലാ ജീവികളും. അപ്പോൾ ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സങ്കീർണമായ ജീവികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അതിജീവിക്കാൻ വേണ്ടുന്ന റിസോഴ്സ് തന്നെയാണ്. ഭക്ഷണം തുടങ്ങിയ അതിജീവിക്കുന്നതിന് വേണ്ടുന്ന റിസോഴ്സസ്. കൂടുതൽ നമ്പർ ഒരു സ്പീഷീസിലുള്ളപ്പോൾ സ്വാഭാവികമായിട്ട് റിസോഴ്സ് കുറവായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പരസ്പരം കോമ്പറ്റീഷൻ ചെയ്യാൻ ബാധ്യത അതിജീവനത്തിന് വേണ്ടിയിട്ട്. ഇത് സങ്കീർണ ജീവികളിൽ വളരെ കോമൺ ആണ്. ഒരുപക്ഷെ ഇത് തന്നെ ആയിരിക്കണം പരിണാമപരമായിട്ട് ചിന്തിക്കുമ്പോൾ വയലൻസിൻ്റെ അടിസ്ഥാനം. ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല, ഇണകൾക്ക് വേണ്ടിയും സങ്കീർണ ജീവികളുടെ ഇടയിൽ വളരെ ബ്രൂട്ടലായിട്ടുള്ള വയലൻസ് നടക്കാറുണ്ട്. നമ്മൾ കോംപ്ലക്സ് ആനിമൽസ് ആയിട്ടുള്ള ചെന്നായ, സിംഹം തുടങ്ങിയ അവയിലേക്കൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ വളരെ വയലൻ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ നടക്കുന്നതാണ് ഈ ഭക്ഷണത്തിനും മേറ്റിംഗ് പ്രിഫറൻസിനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ പരിണാമപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിക്ക് അതിജീവിക്കുന്നതിന് വേണ്ടി റിസോഴ്സ് ആവശ്യമായിട്ട് വരികയും തന്നെ പോലുള്ള മറ്റ് ജീവികളെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ആ റിസോഴ്സ് കൈക്കലാക്കാൻ പറ്റൂ എന്ന ബേസിക് ട്രെയ്റ്റിൻ്റെ ഫലമായിട്ടാണ് പൊതുവെ വയലൻസ് ജീവികളുടെ ഇടയിൽ കണ്ടുവരുന്നത്. ഇനി മനുഷ്യരുടെ കാര്യത്തിലേക്ക് വരാം. മനുഷ്യരുടെ കാര്യവും ഈ പറഞ്ഞ പരിണാമപരമായിട്ടുള്ള രീതിയിൽ നിന്നും ഭിന്നമല്ല. അതായത് മനുഷ്യനൊരു കോംപ്ലക്സ് ആനിമലാണ്, ഒരു സംഘജീവിയാണ്. ഹോമോസാപ്പിയൻസ് സാപ്പിയൻസ് എന്ന് പറയുന്ന ഈ ജീവി അതിജീവനത്തിനായും എന്ന് വെച്ചാൽ ഭക്ഷണത്തിന് വേണ്ടി, മേറ്റിംഗ് പ്രിഫറൻസ് കിട്ടുന്നതിന് വേണ്ടിയൊക്കെ പരസ്പരം പോരടിച്ച് നിൽക്കാൻ ശ്രമിക്കാറുണ്ട്. ഇതിൽ പുരുഷന്മാരുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്. മേറ്റിംഗ് പ്രിഫറൻസിന് വേണ്ടി തമ്മിലടിക്കുക എന്നുള്ളത് ഒരു ഹോമോസാപ്പിയൻസ് എന്ന സ്പീഷീസിലെ പുരുഷന്റെ അടിസ്ഥാന ലക്ഷണമാണ്. ചുരുക്കത്തിൽ അതിജീവനത്തിന് വേണ്ടി തമ്മിലടിക്കുക എന്ന പ്രകൃതം എല്ലാ ജീവികളിലെ പോലെ തന്നെ മനുഷ്യരിലുമുണ്ട്. അപ്പോൾ മനുഷ്യരുടെ സ്വതസിദ്ധമായ വയലൻസ് എന്നുള്ളത് മറ്റ് കൂടെയുള്ള ജീവികളെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് വിഭവങ്ങളും മേറ്റിംഗ് പ്രിഫറൻസും നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, വയലൻസ് ജനിതകമാണ്. അതൊരു ജീവി എന്നുള്ള നിലയ്ക്ക് നമ്മളിൽ അധിഷ്ഠിതമാണ്. മനുഷ്യരുടെ വയലൻസിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വിവിധ ഘട്ടങ്ങളായിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യേണ്ടി വരും. അതിലാദ്യത്തെ നമുക്ക് ചർച്ച ചെയ്യാവുന്ന സ്റ്റേജ് എന്നുള്ളത് പ്രീഹിസ്റ്റോറിക് പീരീഡ് തന്നെയാണ്. ശിലായുഗ കാലത്തൊക്കെ മനുഷ്യന്റെ വളരെ ബ്രൂട്ടലായിട്ടുള്ള അറ്റാക്കിൻ്റെയും വയലൻസിൻ്റെയും എവിഡൻസസ് നമുക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ സൊമർസെറ്റ് എന്ന് പറയുന്ന പ്രദേശത്ത് ഉള്ള ഗഫ് കേവ്സിൽ നിന്ന് കുറച്ച് റിലിക്സ് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അതായത് മനുഷ്യന്റെ അസ്ഥികൂടങ്ങൾ മറ്റു മനുഷ്യർ തന്നെ ചവച്ച അവസ്ഥയിൽ കണ്ടെത്തിയിട്ടുണ്ട്.
അത് ഏകദേശം ഒരു 14,000-ഓളം വർഷം പഴക്കം കാണുന്നുണ്ട്. ഒരു മ്യൂസിയം സയന്റിസ്റ്റ് ആയിട്ടുള്ള സിൽവിയ എം ബെല്ലോ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് അതിന്മേൽ പഠനം നടത്തുകയും അദ്ദേഹം വളരെ ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പഠനം അനുസരിച്ച് ഈ പർട്ടിക്കുലർ പ്രദേശത്ത് മനുഷ്യര് കാനിബാലിസം പ്രാക്ടീസ് ചെയ്തിരുന്നു. കാനിബാലിസം എന്ന് പറഞ്ഞാൽ ഒരു സ്പീഷീസിലുള്ള ജീവിയെ തന്നെ അതേ സ്പീഷീസിലുള്ള മറ്റൊരു ജീവി ഭക്ഷിക്കുന്നത്. നമുക്ക് കേൾക്കുമ്പോൾ വളരെ ഹൊറിബിളായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇത് മനുഷ്യന്റെ ഗോത്രകാല ജീവിതത്തിൽ നടന്നിരുന്ന വയലൻസിന്റെ ഒരു നേർമുഖമാണ്. ആ പഠനത്തിൽ വേറൊരു ഞെട്ടിപ്പിക്കുന്ന ഫാക്ടർ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രദേശത്ത് മനുഷ്യന് ഭക്ഷിക്കുന്നതിന് വേണ്ടുന്ന മാംസത്തിന്റെ ഒന്നും ലഭ്യത കുറവുണ്ടായിരുന്നില്ല. അതായത് മറ്റു ജീവികളുടെ മാംസത്തിന്റെ ഒന്നും ലഭ്യത കുറവുണ്ടായിരുന്നില്ല. ദാറ്റ് മീൻസ് മനുഷ്യരത് ആ സമയത്ത് അവിടെ പ്രാക്ടീസ് ചെയ്തിരുന്നത് കേവലം ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല, പകരം ഗോത്ര വൈരാഗ്യത്തിന്റെ പേരിലോ തമ്മിലുള്ള യുദ്ധത്തിന്റെ പേരിലോ റിച്വൽസിന്റെ പേരിലോ ഒക്കെ നിഷ്കരുണം മറ്റു മനുഷ്യരെ കൊന്നു തിന്നതിന്റെ എവിഡൻസ് നമുക്ക് ഇത്തരത്തിലുള്ള റിലിക്സിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കെനിയയിലെ ഒരു വില്ലേജിൽ നിന്ന് ഒരിക്കൽ 27ഓളം വരുന്ന ഹണ്ടർ ഗ്യാതേഴ്സിന്റെ അസ്ഥി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അത് വളരെ വയലന്റ് ആയിട്ട് നടന്നൊരു യുദ്ധത്തിന്റെ എവിഡൻസ് ആർക്കിയോളജിക്കലായിട്ട് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം പറഞ്ഞു വരുന്നത്, നമ്മുടെ പ്രീ ഹിസ്റ്റോറിക് പീരീഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ വയലന്റ് ആയിട്ടുള്ള ഗോത്ര യുദ്ധങ്ങളുടെയും ഒക്കെ ചരിത്രം നമുക്കുണ്ട്, വയലൻസിന്റെ ചരിത്രമുണ്ട്. ഇനി നമ്മളൊരു അടുത്ത ഘട്ടത്തിലേക്ക് ചർച്ച ചെയ്യാം. കൃഷി ആരംഭിച്ചതിന് ശേഷം അപ്പോഴാണ് നമ്മൾ ഈ മനുഷ്യന്റെ വയലൻസിന്റെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു മുഖം കാണുന്നത്. അതായത് മനുഷ്യന് നേരത്തെ പറഞ്ഞതുപോലെ പരിണാമപരമായിട്ടൊരു ജീവി എന്നുള്ള നിലയ്ക്ക് വയലന്റ് ആയിരിക്കുകയും അത് ചെറിയ ഗോത്രങ്ങളിലും ഒക്കെ ആയിട്ട് ഒതുങ്ങി നിന്നിരുന്ന ആ യുദ്ധങ്ങളും വയലൻസും ഒക്കെ കൃഷിയുടെ ആരംഭത്തിന് ശേഷം വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ചിലോട്ട് വന്നു. അത് വളരെയധികം ഓർഗനൈസ്ഡ് ആയി. നമുക്കറിയാം, ലോകത്ത് കൃഷിയുടെ ആരംഭത്തിന് ശേഷമാണ് മനുഷ്യൻ സെറ്റിൽഡ് ലൈഫ് ആരംഭിച്ചത്. അവിടെ നിന്നാണ് വലിയ വലിയ രാജ്യങ്ങളൊക്കെ രൂപം കൊണ്ടുവരുന്നത്. അപ്പോൾ മനുഷ്യന്റെ യുദ്ധവും വയലൻസ് വലിയ സ്കെയിലിലോട്ട് വളർന്നു, വലിയ ഗോത്രങ്ങളിലോട്ട് വളർന്നു, വലിയ രാജ്യങ്ങൾ തമ്മിലൊക്കെയായി യുദ്ധം. ഇത് നമുക്ക് നമ്മുടെ പഴയ സിവിലൈസേഷൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, നദീതട സംസ്കാരങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് സുമേറിയയിലൊക്കെ പരസ്പരം ഗോത്രങ്ങൾ തമ്മിലൊക്കെ ഉള്ള പോരാട്ടം നടന്നതായിട്ട് എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. വിവിധ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. തുടർന്ന് നമ്മൾ ചരിത്രത്തിലൂടെ ഇങ്ങനെ വരുമ്പോൾ വലിയ വലിയ രാജാക്കന്മാര് ലോകം കീഴടക്കാനായിട്ട് ഇറങ്ങിയ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അലക്സാണ്ടറുടെയും ജംഗിസ് ഖാന്റെയും ഒക്കെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെ ലോകം കീഴടക്കാനായിട്ട് പടയോട്ടം നടത്തുമ്പോഴൊക്കെ വളരെ ബ്രൂട്ടലായിട്ടുള്ള രീതിയിലാണ് മുന്നേറി പോയിട്ടുള്ളത്. ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ മനുഷ്യരുടെ നിർദ്ദയം കൊന്നുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോയത്. മനുഷ്യചരിത്രം വളരെ വലിയ സ്കെയിലുള്ള ഗോത്രങ്ങളിലേക്ക് വളർന്നപ്പോൾ നടന്ന യുദ്ധം വളരെ വയലന്റ് ആയിരിക്കുകയും വളരെ അധികം നമ്പറിൽ മനുഷ്യർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിണാമപരമായി ഞാൻ നേരത്തെ പറഞ്ഞു പുരുഷന്മാരിൽ അഗ്രഷൻ കൂടുതലാണ്. അത് കാരണം സിമ്പിളാണ്. മേറ്റിംഗ് പ്രിഫറൻസിന് വേണ്ടി എപ്പോഴും തമ്മിലടിക്കാനുള്ള അടിസ്ഥാന വാസന പുരുഷന്മാരിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ടെസ്റ്റോസ്റ്റെറോൺ ഹോർമോൺ കൂടുതൽ അഗ്രഷൻ ഉണ്ടാക്കുകയും അത് ആ അഗ്രഷനെ റീഡയറക്റ്റ് ചെയ്തുകൊണ്ട് തമ്മിലുള്ള വയലൻസിന് പകരം ഒരു കൂട്ടം പുരുഷന്മാരെ ഏകീകരിച്ച് റീഡയറക്റ്റ് ചെയ്തുകൊണ്ട് സൈന്യ രൂപീകരണം നടത്തുകയും മറ്റ് രാജ്യങ്ങൾക്ക് നേരെയും ഗോത്രങ്ങൾക്ക് നേരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി രാജാക്കന്മാരെ അവ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലമാണ് കൃഷിയുടെ ആരംഭത്തിന് ശേഷം വലിയ സ്കെയിലുള്ള ഈ വയലൻസ് നമ്മൾ കാണുന്നത്. നേരത്തെ പറഞ്ഞ രാജാക്കന്മാരൊക്കെ തന്നെ അത്തരത്തിലുള്ള വലിയ സൈന്യവുമായി മുന്നേറി ആൾക്കാരെ നിഷ്കരണം കൊന്നുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. അപ്പോൾ ഈ മനുഷ്യന്റെ വയലൻസ് കാർഷിക ജീവിതം ആരംഭിച്ചതിന് ശേഷം വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്
നമുക്ക് കാണാം. ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് മതങ്ങളുടെ ആവിർഭാവം. ഈ മതങ്ങളുടെ ആവിർഭാവത്തോടുകൂടി വയലൻസിന് പുതിയ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഫേസ് വന്നു. ഇസ്ലാമിക സാമ്രാജ്യമൊക്കെ തീർച്ചയായിട്ടും ലോകം കീഴടക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോവുകയും പടയോട്ടങ്ങൾ നടത്തിയതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം ചേർത്ത് പറയേണ്ടത് തന്നെയാണ് മതയുദ്ധങ്ങൾ. മനുഷ്യൻ നടത്തിയ മതയുദ്ധങ്ങളും വളരെ വയലന്റ് ആയിരുന്നു. കുരിശ് യുദ്ധങ്ങളുടെ സീരീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. കുരിശ് യുദ്ധങ്ങൾ എന്നുള്ളത് ജെറുസലേം എന്ന് പറയുന്ന ഒരു പ്ലേസിന് വേണ്ടി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധം നടത്തുകയും 1.5 മില്യണും 3 മില്യനും ഇടയ്ക്ക് ജനങ്ങൾ കംപ്ലീറ്റ് ക്രുസൈഡ് സീരീസിൽ കൊല്ലപ്പെട്ടതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. അത്രയധികം വയലന്റ് ആയിട്ട് വളരെ ലാർജ് സ്കെയിലിൽ മനുഷ്യരെ കൊന്നൊടുക്കിയ ചരിത്രം മതയുദ്ധങ്ങൾക്ക് തന്നെയുണ്ട്. അവിടെ നിന്നോട്ട് നമ്മൾ മനുഷ്യ ചരിത്രം പരിശോധിച്ചാൽ ഒരു 400 വർഷത്തിനകത്ത് മനുഷ്യൻ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വലിയ വളർച്ച കൈവരിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ പ്രായോഗികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ശാസ്ത്ര രംഗത്ത് പുതിയ നേട്ടങ്ങൾ കൈവരിച്ചതെങ്കിലും അടിസ്ഥാനപരമായി വയലൻസിന്റെ വാസന ഉള്ള ഒരു ജീവി എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ടും സയൻസ് ആൻഡ് ടെക്നോളജി നമ്മൾ വയലൻസിന് വേണ്ടി കാര്യമായിട്ട് ഉപയോഗിച്ചു. ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ വയലൻസിന് വേറൊരു സ്റ്റേജും കൂടെയുണ്ട്. നേരത്തെ പറഞ്ഞ ഗോത്രകാലത്തെ വയലൻസ്, കാർഷിക ജീവിതം ആരംഭിച്ചതിന് ശേഷം മനുഷ്യൻ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നടത്തി വരുന്ന വയലൻസ്, അതിനുശേഷം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വരവോടുകൂടി മാസീവായിട്ടുള്ള ഡിസ്ട്രക്ഷൻസ് മനുഷ്യന് നടത്താൻ കഴിയുന്ന രീതിയിൽ വയലൻസ് വളർന്നു. അതിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ കാണുന്നത് 1-2 ലോക മഹായുദ്ധങ്ങളിലാണ് നമുക്ക് ഏറ്റവും പ്രകടമായിട്ട് അവ കാണാൻ സാധിക്കുന്നത്. മനുഷ്യര് ഗോത്രീയമായി തമ്മിലടിക്കുക എന്നുള്ള ടെൻഡൻസിയെ ഏറ്റവും കൂടുതൽ ടെക്നോളജിക്കലായിട്ട് ചെയ്തെടുക്കാൻ മനുഷ്യൻ കഴിഞ്ഞ നൂറ്റാണ്ടിലെ 2 യുദ്ധങ്ങളിലൂടെ ശ്രമിച്ചിട്ടുണ്ട്. 1-2 ലോക മഹായുദ്ധങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജി മനുഷ്യൻ ഉപയോഗിച്ച് അതുവരെ കണ്ടെത്തിയ എല്ലാ ഉപകരണങ്ങളുടെയും ഒരു പരീക്ഷണ വേദി തന്നെയായിരുന്നു എന്ന് പറയാം. ഇത് ആണവായുധങ്ങളുടെ പരീക്ഷണത്തിലൊക്കെ നമുക്ക് ആണവ ഊർജം മനുഷ്യൻ അതിൻ്റെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ട് അതിനെന്തിനാണ് മനുഷ്യൻ അത് ഉപയോഗിച്ചതെന്ന് നമുക്കറിയാം. 2ാം ലോകമഹായുദ്ധ കാലത്ത് അത് മറ്റ് രാജ്യത്തിൻ്റെ മേൽ പ്രഹരിക്കാനാണ് മനുഷ്യൻ ശ്രമിച്ചത്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം. ദാറ്റ് മീൻസ് സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്താലും അത് കൈകാര്യം ചെയ്യുന്ന ജീവി സ്വതസിദ്ധമായ വയലൻസ് ഉള്ള ഹോമോസാപ്പിയൻ എന്ന ജീവി തന്നെയാണ് എന്നതാണ് നമുക്ക് 1-2 ലോക മഹായുദ്ധങ്ങളിൽ നിന്ന് മനസ്സിലാവും. വളരെ ക്രൂരമായിട്ടുള്ള മാസീവ് അറ്റാക്കുകൾ, കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ, കൂട്ടക്കൊലകൾ, ഇതിനെല്ലാത്തിനും സാക്ഷ്യം വഹിച്ചതാണ് ലോകമഹായുദ്ധങ്ങൾ. വളരെയധികം നമ്പറിൽ ആളുകൾ മരണപ്പെട്ട ഒരു യുദ്ധ പരമ്പരയായിരുന്നത്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള മനുഷ്യന്റെ വയലൻസിന്റെ ഒരു കാഴ്ച തന്നെയായിരുന്നു 1-2 ലോക മഹായുദ്ധങ്ങൾ. ഈ 3 സ്റ്റേജ് വയലൻസ് മനുഷ്യൻ ഒരു ജീവി എന്നുള്ള നിലയ്ക്ക് കാണിക്കുകയും അത് കൂടുതൽ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്തു വരുന്ന കാർഷിക വൃത്തിയുടെ ആരംഭത്തിന് ശേഷവും പിന്നീട് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കണ്ടെത്തലിന് ശേഷം വലിയ ലോക യുദ്ധങ്ങളിലേക്ക് അത് വളരുകയും ഒക്കെ ചെയ്തതിന് ശേഷം മനുഷ്യൻ പുതിയൊരു പ്രാക്ടീസിലേക്ക് കടന്നു. അതായത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം മാനവരാശി ആദ്യമായിട്ട് യുദ്ധം അല്ലെങ്കിൽ വയലൻസ് അല്ലാതെ ഒരു സംഘജീവി എന്നുള്ള നിലയ്ക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന പ്രാക്ടീസിലേക്ക് ആദ്യമായിട്ട് വന്നു. അത് നെഗോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിശീലനമായിരുന്നു. നാളിതുവരെ മനുഷ്യൻ പരിശീലിച്ചിട്ടില്ലാത്ത ഒരു പരിശീലനം. മനുഷ്യൻ തൻ്റെ സാമൂഹ്യ ജീവിതത്തിന്റെ കീഴ്വഴക്കത്തിന്റെ ഭാഗമായിട്ട് വികസിപ്പിച്ചെടുത്ത നെഗോസിയേഷൻ എന്ന പുതിയ ശീലത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഈ 1-2 ലോക മഹായുദ്ധങ്ങളുടെ ഫലം തന്നെയായിരുന്നു മനുഷ്യനെ അതിലേക്ക് പ്രേരിപ്പിച്ചത്. അതായത്
മനുഷ്യനും തിരിച്ചറിഞ്ഞ ഒരു വസ്തുതയുണ്ട് ഒന്നും രണ്ടും ലോകമഹായുദ്ധത്തിലൂടെ. അതായത് വളരെ മാസീവായിട്ട് പരസ്പരം കൊന്നൊടുക്കിയാൽ, ഒരു സംഖ്യ ഒരുപാട് കുറഞ്ഞാൽ, മനുഷ്യരുടെ ഒരു സംഘജീവി എന്നുള്ള നിലയ്ക്ക് പരസ്പരം അതിജീവിക്കാൻ കഴിയില്ല എന്ന വസ്തുത തിരിച്ചറിഞ്ഞു. പ്രത്യേകിച്ച് ടെക്നോളജിയുടെയും ട്രേഡിൻ്റെയൊക്കെ വളർച്ച ലോകത്തെ പരസ്പരം കൂടുതൽ ബന്ധിപ്പിക്കുന്ന ഒരു കാലത്ത് പരസ്പരം നിലനിൽക്കണമെങ്കിൽ രാജ്യങ്ങളും മനുഷ്യനുമൊക്കെ വേണം എന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, വളരെ വിനാശകരമായിട്ടുള്ള ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യത്തെ അറ്റാക്ക് ചെയ്താൽ തന്നെയും ആ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തിയ രാജ്യത്തിന് അതുകൊണ്ട് ഉപയോഗമില്ല എന്നുള്ളത് വസ്തുത തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചപ്പോൾ, അണുബോംബ് വർഷിച്ചപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അതിനുശേഷം എന്തുകൊണ്ട് അത്ര ഒരു അറ്റംപ്റ്റിൽ ലോകരാജ്യങ്ങൾ മുതിരുന്നില്ല. കാരണം വളരെ സിമ്പിളാണ്. അത്തരത്തിൽ മാസീവായിട്ടുള്ള ഡിസ്ട്രക്ഷൻസ് നടത്തി കഴിഞ്ഞാൽ ആർക്കും നിലനിൽപ്പില്ല. വിജയിക്കുന്ന രാജ്യത്തിനും അതിൽ നിലനിൽപ്പില്ല എന്നുള്ള വസ്തുത മനുഷ്യൻ തിരിച്ചറിഞ്ഞു. മറ്റൊന്ന്, യുദ്ധാനന്തരം മനുഷ്യർക്കുണ്ടാകുന്ന പട്ടിണി, ക്ഷാമം തുടങ്ങി പല അനുഭവങ്ങളും ഒന്നും രണ്ട് ലോകമഹായുദ്ധത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വയലൻസ് എന്നുള്ളത് നമ്മുടെ ജന്മവാസനയാണെങ്കിലും ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ അതിജീവനത്തിന് അത് ത്രട്ടാവും എന്നുള്ളത് മനുഷ്യൻ തിരിച്ചറിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലോകരാജ്യങ്ങളൊക്കെ തന്നെ പുതിയ കീഴ്വഴക്കം ആരംഭിച്ചു. അതാണ് നെഗോസിയേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് യുദ്ധരഹിതമായിട്ട് കാര്യങ്ങളെ ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്ന പ്രാക്ടീസിലേക്ക് ലോകരാജ്യങ്ങൾ വന്നു, അല്ലെങ്കിൽ മാനവരാശി ആദ്യമായിട്ട് വന്നു. അതിനു മുന്നേ നമുക്ക് രാജാക്കന്മാരൊക്കെ സമവായ ചർച്ചകളിലൊക്കെ ഏർപ്പെട്ടതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഈ തരത്തിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ ഒരു നെഗോസിയേഷന്റെ ലോകത്തേക്ക് വന്നത് ഈ ഒന്നും രണ്ട് ലോകമായതിനു ശേഷമാണെന്ന് പറയാം. അതോടൊപ്പം തന്നെ നമ്മൾ കോളനൈസേഷന്റെ ഒരു ലോകവും കൂടി കാണേണ്ടതുണ്ട്. വർഷങ്ങളായിട്ട് കീഴടക്കി വച്ചിരിക്കുന്ന അടിമ സമ്പ്രദായം നിലനിർത്തിയിരിക്കുന്ന കോളനൈസേഷന്റെ ലോകം വളരെ വയലന്റ് തന്നെയായിരുന്നു. അതും ഈ ഒന്നും രണ്ട് ലോകമഹായുദ്ധത്തിന് ശേഷം പതിയെ ഡിക്ലൈൻ ആവുന്ന കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ലോകത്ത് ഇവോൾവ് ചെയ്ത് വന്ന പുതിയ പ്രാക്ടീസസ് എന്തൊക്കെയെന്ന് വെച്ചാൽ, ഒന്ന്, പരസ്പരം യുദ്ധങ്ങൾ, വയലൻസ് മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ട്, അതിനെ ലഘൂകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സമവായത്തിൻ്റെ പരിശീലനം. രണ്ട്, മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത്. മനുഷ്യാവകാശ സംരക്ഷണം എന്നൊക്കെ ഉള്ളത് നമ്മൾ ആധുനിക കാലത്ത് വളരെ കോമൺ ആയിട്ട് നമ്മൾ ചിന്തിക്കുമെങ്കിലും മനുഷ്യരുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ മനുഷ്യാവകാശമൊന്നും പ്രാക്ടീസ് ചെയ്ത് നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. അടിമ കച്ചവടവും ഒക്കെ നിലനിന്നിരുന്ന ചരിത്രമാണ് മനുഷ്യനുള്ളത്, വളരെ വയലൻ്റായ ചരിത്രം. നമ്മൾ പുരാതന റോമിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ കൊളോസിയത്തിലൊക്കെ പരസ്പരം ഏറ്റുമുട്ടിയ ഗ്ലാഡിയേറ്ററൊക്കെ ഒരാൾ മരിച്ചു വീണൊക്കെ തന്നെയായിരുന്നു അത്തരം വിനോദ പ്രദർശനങ്ങളൊക്കെ അവസാനിച്ചിരുന്നത്. അപ്പൊ ആ നിലവാരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളെ പറ്റിയുള്ള ചർച്ചകളും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തുണ്ടായി. ഇതിന് ലോകം നെഗോസിയേഷന് വേണ്ടി പുതിയ വേദികളുണ്ടാക്കി. UNO, ലീഗ് ഓഫ് നേഷൻസ്, ഇതൊക്കെ നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എവോൾവ് ചെയ്തു വന്നതാണ്. അത് മനുഷ്യന്റെ പുതിയ പരിശീലനത്തിന്റെ ഭാഗമായിരുന്നു. അതായത് യുദ്ധരഹിതമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളത്. ഇതിന്റെ റിസൾട്ടായിട്ട് ധാരാളം വെൽഫെയർ പ്രവർത്തനങ്ങൾ ലോകത്തുണ്ടായി. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ കുറഞ്ഞു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ചേരിചേരാ പ്രസ്ഥാനമൊക്കെ ആ ഒരു ട്രെൻഡിന്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കും. മറ്റൊന്ന്, ശീതയുദ്ധം നമ്മൾ കേട്ടിട്ടുണ്ട്, കോൾഡ് വാർ എന്ന് പറയുന്നത്. രണ്ട് വലിയ ചേരികൾ ലോകത്തുണ്ടായിട്ടും വെപ്പൺസ് ഉണ്ടായിട്ടും വലിയ യുദ്ധത്തിലേക്ക് പോകാതെ ആശയയുദ്ധത്തിലേക്ക് ടെക്നോളജി തമ്മിലുള്ള കോമ്പറ്റീഷനിലോട്ടൊക്കെ ആയിട്ട് ചുരുങ്ങിയ ശീതയുദ്ധത്തെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതും മനുഷ്യൻ ആരംഭിച്ച പുതിയ പ്രാക്ടീസിന്റെ ലക്ഷണമാണ്, വയലൻസിനെ എങ്ങനെ ബോധപൂർവം കുറയ്ക്കാമെന്നുള്ളത്. ഇത്തരത്തിൽ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത ഇൻസ്റ്റിറ്റ്യൂഷണലായ പ്രാക്ടീസസ് അത് രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ട്. ആ ആശയത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ കുട്ടികളിലുണ്ടെന്ന് പറയുന്ന, ചെറുപ്പക്കാരിലുണ്ടെന്നൊക്കെ പറയുന്ന വയലൻസിനെ ഡിസ്കസ് ചെയ്യാനാണ് അടുത്ത ശ്രമം. അതായത് നേരത്തെ പറഞ്ഞു, രണ്ടാം ലോക മഹായുദ്ധാനന്തരം
ലോകം മുഴുവനും വയലൻസിനെ ബോധപൂർവം, ആ വാക്ക് കൊട്ടേഷനിലാണ്, ബോധപൂർവം ലഘൂകരിക്കാനുള്ള ശ്രമം നടത്തി. ദാറ്റ് മീൻസ് മനുഷ്യർ സ്വാഭാവികമായിട്ട് വയലന്റ് ഇല്ലാത്ത ഒരു ജീവിയായി പ്രവർത്തിക്കത്തില്ല. അത് ബോധപൂർവം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഈ പ്രാക്ടീസസ് വിദ്യാർത്ഥികൾക്ക് അത് ലോകത്ത് മുഴുവനുള്ള വിദ്യാർത്ഥികളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ പ്രശ്നമല്ല. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ടതെന്ന് ആ ഒരു പ്രാക്ടീസ്. ഈ പ്രാക്ടീസ് ബോധപൂർവം നൽകുന്നിടത്താണ് ഒരു ജീവി എന്നുള്ള നിലയ്ക്ക് നേരത്തെ സൂചിപ്പിച്ച പരിണാമപരമായി അതിജീവനത്തിന് വേണ്ടിയും മേറ്റിംഗ് പ്രിഫറൻസിന് വേണ്ടിയും തമ്മിലടിക്കാൻ സാധ്യതയുള്ള വയലൻസിനെ ലഘൂകരിക്കാൻ സഹായിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാജ്യങ്ങൾ തനിയെ പ്രാക്ടീസ് ചെയ്തതുപോലെ സ്കൂളുകളിൽ കുട്ടികളെ വയലൻസിനെതിരെ ഒരു വയലൻ്റായ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ അത് കുറയ്ക്കണമെന്നും, ഒരു കാരണവശാലും അപ്പുറത്തിരിക്കുന്ന ആളിനെ മുറിവേൽപ്പിക്കരുത്, അവരെ ഫിസിക്കലി ത്രെട്ടൻ ചെയ്യരുത് എന്നുള്ള ബാലപാഠം മനഃപൂർവ്വം പഠിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ ട്രാഫിക് സിഗ്നൽസ് അനുസരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചെടുക്കുന്നത്. ട്രാഫിക് സിഗ്നൽസ് ജനിതകപരമായിട്ട് നമ്മൾ പഠിക്കില്ലല്ലോ, അത് നമ്മൾ പഠിപ്പിച്ചാലേ കഴിയുള്ളൂ. അതുപോലെ വയലൻസ് പാടില്ല എന്നുള്ളത് ബോധപൂർവം പരിശീലിപ്പിച്ച് എടുക്കേണ്ടത് അനിവാര്യമാണ്. നമ്മൾ ഇന്ത്യയിൽ സ്കൂളുകളിലൊക്കെ ദേശീയ ഗാനം ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരുടെ സഹോദരി സഹോദരന്മാരാണെന്ന് നിരന്തരം കുട്ടികളെ കൊണ്ട് പറയിക്കും. അത് ഒരു രാജ്യസ്നേഹം ഉണ്ടാക്കിയുള്ള സിവിലിയൻസിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിലുപരി ലോകത്ത് മുഴുവൻ അത്തരത്തിലുള്ള പ്രാക്ടീസസ് നിലനിൽക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള വയലൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. കുട്ടികൾ എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു ജീവിയുടെ കുട്ടിയാണെന്ന് ഓർമ്മിക്കണം. അതിന് സ്വാഭാവികമായിട്ടുള്ള വയലൻസ് ഉണ്ട്. കുട്ടികളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പരസ്പരം കളിപ്പാട്ടത്തിന് വേണ്ടി അടികൂടുന്നതൊക്കെ നമുക്ക് കാണാം. അത് കുട്ടിക്കളിയല്ല, പകരം ഒരു ജീവിയുടെ വയലൻ്റായ ട്രെയ്റ്റ് തന്നെയാണ്. അതിനെ ബോധപൂർവം മാറ്റാൻ സ്ട്രക്ചറലായ വിദ്യാഭ്യാസം അനിവാര്യമാണ്. ഇവിടെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം ചുറ്റുപാട് സ്വാധീനിക്കുന്നതിനെ പറ്റി ആണ്. അതായത് ഗെയിമുകൾ, സ്വതവേ വയലൻ്റായ ഒരു ജീവിക്കാണ് നമ്മൾ തോക്ക് കൊണ്ടൊക്കെ പരസ്പരം എലിമിനേറ്റ് ചെയ്യുന്ന ഗെയിം അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ സിനിമകൾ, വയലൻ്റ് ആയിട്ടുള്ള സിനിമകൾ, ഇത് തീർച്ചയായിട്ടും സ്വാധീനിക്കപ്പെടും. കാരണം അമിതമായി വയലൻസ് ഉള്ള ഒരു ജീവിക്ക് വീണ്ടും വയലൻസിന്റെ സിറ്റുവേഷൻ കാണിച്ചു കൊടുത്താൽ കൂടുതൽ വയലന്റ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള പ്രചോദനം ഉണ്ടാവുകയും. അപ്പോൾ നമ്മുടെ നീഡ് എന്താണ്? വയലൻസിനെ ലഘൂകരിക്കാനായിട്ട് ബോധപൂർവമുള്ള ശ്രമം നടത്തുക. അതുകൊണ്ടാണ് ഞാൻ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തുണ്ടായ മനുഷ്യന്റെ പുതിയ രാഷ്ട്രീയ ക്രമങ്ങളെ പറ്റി പറഞ്ഞത്. അത് മനുഷ്യൻ സ്വാഭാവികമായി അന്നേ വരെ പ്രാക്ടീസ് ചെയ്തിരുന്നതല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യൻ പുതുതായി ക്രിയേറ്റ് ചെയ്തെടുത്തതാണ് UNOയും ലീഗ് ഓഫ് നേഷൻസും. അത് സമവായത്തിന്റെ പുതിയ ആശയമായിരുന്നു. ഈ ആശയം ചെറുതിലെ നർച്ചർ ചെയ്തെടുക്കുക, ഒരു സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക്, ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ആളെന്നുള്ള നിലയ്ക്ക് വയലന്റ് ആയിട്ട് പെരുമാറാതിരിക്കണമെന്ന പരിശീലനത്തിന്റെ ശീലം ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു ആളിനുണ്ടാകണം. ഇതിലൂടെ മാത്രമേ നമുക്ക് പരിഹരിക്കാൻ കഴിയൂ. ഇപ്പോൾ നടക്കുന്നുവെന്ന് പറയുന്ന വിഷയം കേരളത്തിൽ ഏതെങ്കിലും ഒരു തലമുറയിലേക്ക് മാത്രം പറയുന്ന വിഷയം, ആക്ച്വലി അതൊരു തലമുറയിൽ മാത്രം വരുന്നൊരു പ്രോബ്ലം അല്ല. ഇനി ആ തലമുറയിൽ മാത്രമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സ്ട്രക്ചറലായ വിദ്യാഭ്യാസത്തിന്റെ അഭാവം കൊണ്ട് തന്നെയായി. അപ്പോൾ അത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ ക്ലാസ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജനറേഷൻസിന് ക്ലാസിക്കുകൾ, ലിറ്ററേച്ചർ അതുമായിട്ടുള്ള ബന്ധം കുറയുന്നതും ഒരു കാരണമാകാം. അത്തരത്തിൽ മനുഷ്യഗന്ധിയായിട്ടുള്ള ലിറ്ററേച്ചറും ഒക്കെ മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള വയലൻസിനെ ലഘൂകരിക്കുന്നതിന് ഉപയോഗപ്പെടും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ബോധപൂർവം വയലൻസിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ചർച്ചയിലൂടെ എത്തിയ നിഗമനം എന്തെന്നാൽ, അടിസ്ഥാനപരമായ ഹോമോസാപ്പിയൻ എന്ന് പറയുന്ന ഒരു ജീവിക്ക് വയലൻസ് ഉണ്ട്. അതിനെ ബോധപൂർവം നമ്മൾ ലഘൂകരിക്കേണ്ടി വരും. അതിനുള്ള പരിശീലനങ്ങൾ കൊടുക്കേണ്ടി വരും.
ഘട്ടം ഘട്ടമായി മനുഷ്യൻ ചെയ്തതുപോലെ ഗോത്താകാലത്ത് തമ്മിലടിച്ച മനുഷ്യൻ കൃഷിയുടെ ആരംഭത്തിന് ശേഷം വലിയ സ്കെയിലിൽ തമ്മിലടിക്കുകയും ഒന്നും രണ്ട് ലോകമഹായുദ്ധം നടത്തുകയും കോടിക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുകയും ചെയ്തതിനു ശേഷം പുതിയ പ്രാക്ടീസസ് മനുഷ്യൻ ആരംഭിച്ചു. അത് പൂർണ്ണമായിട്ടും വിജയിച്ചില്ല എന്നറിയാം, ഇപ്പോഴും യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. എന്നാലും മനുഷ്യൻ പുതിയ നെഗോസിയേഷൻ്റെ പരിശീലനങ്ങൾ ആരംഭിച്ച് എന്ന ചരിത്രപാഠം ഓരോ വ്യക്തികളെയും പരുവപ്പെടുത്തുന്നതിനും ഉപയോഗിക്കാവുന്നതാണ്. അത്തരത്തിൽ സ്ട്രക്ചറലായി പരിശീലിപ്പിച്ചെടുത്തുകൊണ്ട് മാത്രമേ വയലൻസിനെ മാറ്റാൻ കഴിയൂ. അല്ലാതെ സ്വതസിദ്ധമായി വയലൻസ് ഇല്ലാതാക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ പരിശീലനങ്ങൾ കൂടുതലുണ്ടാകട്ടെ, ബോധപൂർവമായ വിദ്യാഭ്യാസത്തിലൂടെ വയലൻസിനെ ലഘൂകരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്.